ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഈ ഒരു സ്നാക്ക് പിസ്സൻ്റെ എല്ലാം ആ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാനും നല്ല ഈസിയാണ്. ഇതിൻ്റെ ഫില്ലിങ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബോണസ് ചിക്കനാണ് എടുത്തത്. ബോണസ് ചിക്കന് ഇതൊരു 200 ഗ്രാമോളം ഉണ്ടാവും. ഞാൻ ഈ ചിക്കന് ചെറിയ പീസാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമെല്ലാം വാർത്തിയെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക. ഇനി ഈ ചിക്കനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായ്മുളക് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വിനാഗിരി, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ മസാല എല്ലാം ഈ ചിക്കനിലേക്ക് നല്ലോണം പിടിച്ചു തരണം. അരമണിക്കൂറിന് ശേഷം ഞാൻ ഇതാ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാൻ ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാൻ ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്ക് ആയിക്കോളൂ കേട്ടോ. ഈ ചിക്കൻ ഇരുന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടുന്ന വെജിറ്റബിൾസ് മുറിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉള്ളിൻ്റെ പകുതിയാണ് എടുത്തത്. ഈ ഉള്ളി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ വേണ്ടത് ക്യാപ്സിക്കം. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒന്ന് മുഴുവനായിട്ട് വേണ്ട, നമുക്ക് ഇതിൻ്റെ പകുതി മതി. നമുക്ക് ഈ ക്യാപ്സിക്കം പകുതി മുറിച്ചെടുക്കാം. ചെറിയ പീസാക്കിയിട്ട് തന്നെ മുറിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് കളർ ക്യാപ്സിക്കം ആണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഗ്രീനാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കളർ ഉണ്ടെങ്കിൽ കളർ ക്യാപ്സിക്കം ഇട്ട് കൊടുത്താലും മതി. നമുക്ക് ഈ ക്യാപ്സിക്കം ഇതുപോലെ തന്നെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. നമ്മൾ ഉള്ളി കട്ട് ചെയ്ത പോലെ തന്നെ ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ഞാൻ ഒരു ചെറിയ തക്കാളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. തക്കാളി ഞാൻ ഇതുപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫില്ലിങ്ങിലേക്ക് പിസ്സ സോസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ പിസ്സ സോസ് ഇല്ല. അപ്പോൾ ഞാനിങ്ങനെയാണ് സാധാരണ ചെയ്തെടുക്കൽ. ഞാൻ ചെയ്തെടുക്കുന്നത് വെച്ചാൽ 1/2 കപ്പ് കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ചും കായ്മുളക് ക്രഷ് ചെയ്തതും, പിന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോ, പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് പാപ്രിക്ക പൗഡർ നിങ്ങൾ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടിയില്ല, സാധാരണ മുളക് പൊടി അതിട്ട് കൊടുത്താലും മതി. ഇത് നല്ല ഈസി ആയിട്ടുള്ളൊരു പിസ്സ സോസാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. ഞാൻ സാധാരണ പിസ്സക്കെല്ലാം ഈ ഒരു സോസ് തന്നെയാണ് അധികം ഉണ്ടാക്കിയെടുക്കൽ. അത് നമുക്ക് വേണ്ടത് 1 ടീസ്പൂണ് ഗാർലിക് ഗ്രേറ്റ് ചെയ്തത്. ഗാർലിക് പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതുപോലെ ചെറുങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല പിസ്സ സോസ് നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ ഈ ഫില്ലിങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ല, നല്ല ഒറിജിനൽ പിസ്സ സോസുകൾ തന്നെ ആയിട്ട് കിട്ടിയത്. ഇനി നമുക്കിതൊരു 3 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റോളം ഇങ്ങനെ വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ നേരം അങ്ങനെ വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് വണ്ണമുള്ള ബ്രെഡാണ് എടുത്തത്. ഇനി ചെറിയ ബ്രെഡാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതുപോലത്തെ റൗണ്ട് ഏതെങ്കിലും പാത്രം കട്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ ബ്രെഡ് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് സ്ക്വയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡിൻ്റെ 4 അരികൊന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ 2 ബ്രെഡ് എടുത്തിട്ട് 2 ബ്രെഡിൽ ഇതുപോലെ മയോണൈസ് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ബ്രെഡിലാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇല്ലേ, അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് നമ്മൾ ബർഗറിനെല്ലാം വെക്കുന്ന ചീസില്ലേ, അത് വെച്ച് കൊടുക്കാൻ. നിങ്ങൾക്ക് മുഴുവനായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ 2-3 പീസാക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഈ ഒരു ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച പിസ്സ സോസ് കുറച്ച് പരട്ടി കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഒരു 2-3 ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക ചീസിൻ്റെ മേലെ. എന്നിട്ട് ക്യാപ്സിക്കം, പിന്നെ അതുപോലെ തന്നെ തക്കാളി ഡെക്കറേറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ബ്ലാക്ക് ഒലിവ്സും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ എന്താക്കുക, ഇതെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഒറിഗാനോ പിന്നെ കായ്മുളക് ക്രഷ് ചെയ്തില്ല അതും കൂടിയിട്ട് മേലിലൊന്ന് ഇതുപോലെ ചെറുങ്ങനൊന്ന് വിതറി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്നിക്ക് നിങ്ങൾക്ക് ഓവണിൽ വെച്ചിട്ട് ഇത് ചീസ് മെൽട്ടാകുന്ന വരെ ഒന്ന് വെച്ചിട്ട് ചൂടാക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ പാനിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഈ ചീസൊന്ന് മെൽട്ടായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പാനിൽ കുറച്ചൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ബ്രെഡ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചീസ് മെൽട്ടാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടി കരിഞ്ഞു പോകാണ്ട് നോക്കണേ, അടി കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇതാ ചീസ് നല്ലോണം മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് ഇറക്കി വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ നല്ല അടിപൊളി സ്നാക്കിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ പിസ്സയെല്ലാം കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഫില്ലിങ്ങിനാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എന്താ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.